നമുക്കിത് നമ്മുടെ മുടിയും താടിയൊക്കെ ഒന്ന് കളഞ്ഞാലോ? മുടിയല്ല കേട്ടോ, ഐ മീൻ മുഖത്തെ രോമങ്ങളുണ്ടാവില്ലേ അത്. അതായത് നമുക്ക് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ അഡ്വൈസ് ചെയ്യുന്നത് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് ഷേവിങ് അത്ര സ്യൂട്ടായിട്ട് തോന്നിയില്ല. കാരണം മുഖത്തിങ്ങനെ കുഞ്ഞു പാടുകളൊക്കെ വരുന്ന പോലെ ഫീൽ ചെയ്തു. അതിൻ്റെ ഒരു മാർക്ക് ഇപ്പോൾ ഓൾറെഡി ഫേസിലുണ്ടതാണ്. ഈ സൈഡിൽ ഒരു ബ്ലാക്ക് മാർക്കാണല്ലോ, അത് ഷേവ് ചെയ്തിട്ട് പറ്റിയതാണ്. സോ ഇതേപോലെ ഷേവിങ് സെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡാണ് ഫേസ് വാക്സിങ്. നമുക്കിന്ന് ഫേസ് വാക്സിങ് ചെയ്തിട്ട് വരാം. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായികയെ കണ്ടെത്തിയത്. വാട്ട് യു ആക്ച്വലി അപ്ലൈ? നോർമൽ ടാൽക്കം പൗഡർ. സോ നമ്മൾ ഫേസ് വാക്സ് ചെയ്യുന്നതിൻ്റെ മുൻപ് ടാൽക്കം പൗഡർ ഇതേപോലെ ഫേസിനകത്ത് മൊത്തം അപ്ലൈ ചെയ്ത് അതിനുശേഷമാണ് അവർ വാക്സ് ചെയ്തെടുക്കുന്നത്. നല്ല വേദന ഉണ്ട്. ഇടപൊഴിയാതെ മഴ പെയ്താൽ പായലും പൂപ്പലും ഒന്നിച്ചെത്തും. ചിട്ടോളം ഒരു സാധനം പോലും ആൾക്കാർ കാണുന്നില്ല. അവന്മാർക്ക് ചേഞ്ച് വേണം അത്രേ. ബൈ ദ വേ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്വീറ്റ് പോലെ തോന്നില്ല. ഇതാണ് വാക്സ് അല്ലേ? ഫേസ് വാക്സ്. എന്താ ഫേസിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ? ഇതിനി എന്താ ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. ഇത് ഇതുപോലെ എടുത്തിട്ട് ഇതിനകത്തോട്ട് അത്രേ ഉള്ളൂ. അതിനായത് നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതാണ് ഈ ഉരുകി ഇങ്ങനെ ആവുന്നത് അല്ലേ? ഇത് കൈയിട്ടപ്പോളോ? തീർച്ചയായും. അപ്പൊ പിന്നെ ഈ യന്ത്രം എങ്ങനെ പ്രവർത്തിപ്പിക്കും? സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പ്രവർത്തിച്ചു. അല്ല, എന്നിട്ട് നിങ്ങളിത് എങ്ങനെ ഉപയോഗിക്കും? കുറച്ചാക്കിയിട്ടിട്ട് നല്ലവണ്ണം മെൽറ്റ് ആയിട്ട് ഫേസിൽ തേക്കും. മെൽറ്റ് ആവുമ്പോ ഹണി പോലെ ഉണ്ടല്ലേ? ഇത് ഇങ്ങനെ എടുത്ത് കാണിക്കാം ഞാൻ. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഇത് ഫുള്ള് മെൽറ്റ് ആയതല്ലേ? ഇതിപ്പോ എടുക്കാൻ പറ്റുമോ? പൊള്ളുവോ? സംഭവം കുറച്ചിട്ട് കാണിച്ചു തരാം. കുഴപ്പമില്ല. ശക്തിമാൻ സിമ്പിൾ. ഇനി പറിച്ചിട്ട് പോരാത്ത പൂടകൾ നമ്മൾ ത്രെഡ് ചെയ്തെടുക്കും. പായലും പൂപ്പലും ഒട്ടുമില്ല, വിള്ളലും ഇപ്പവും തീരെയില്ല. കോരിച്ചോരിയും മഴയിൽ പോലും മിന്നിത്തിളങ്ങും പടങ്ങ് പോലെ. മുഖമൊക്കെ ക്ലീൻ ആയ സ്ഥിതിക്ക് നമുക്കത് ഐബ്രോ കൂടി ഒന്ന് ത്രെഡ് ചെയ്ത് കൊടുക്കാം. ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എനിക്ക് ആക്ച്വലി നല്ല കട്ടിയുള്ള പുരുകാണ് ഇഷ്ടം. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണമല്ലോ കേട്ടോ. ഫേസ് വാക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഐസ് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ പോസൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഐസ് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ ശേഷം നമുക്ക് അലോവേര ജെല്ലും കൂടി വെച്ചിട്ടൊരു മസാജ് വരും. ഐസ് മസാജിൻ്റെ ശേഷം നമ്മുടെ മുഖമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അലോവേര ജെല്ല് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. വീട്ടിലെത്തിയതിൻ്റെ ശേഷവും ഈ എന്തെങ്കിലും തടിപ്പോ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഐസ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നമുക്കിപ്പം ഫേസ് മാസ്കുകൾ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയൊരു ടൈമും കൂടിയാണ് കേട്ടോ ഇത്. വീട്ടിലെത്തിയിട്ടും ഞാൻ വീണ്ടും സ്ട്രോങ്ലി പറയുകയാണ്, ഒരു 2 ദിവസമെങ്കിലും നിങ്ങൾ മുഖത്ത് ഐസ് വെച്ചിട്ട് നല്ലൊരു മസാജ് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും. So yes, this is the final result. കണ്ടോ, നോ മേക്കപ്പ്, നോ പുട്ടി, നത്തിങ്. കാരണം ഈ പിമ്പിൾസിൻ്റെ പാടുമെല്ലാം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഫേസ് വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് സ്കിൻസൊക്കെ റിമൂവ് ആകും.
രോമം പോകും. അപ്പം നമുക്കൊരു ഗ്ലോ ഫീൽ ചെയ്യും. ഗ്ലോ ഫീൽ ചെയ്യുന്നല്ല, ഗ്ലോ വരും. എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഫേഷ്യൽ ചെയ്തോ? ഫേഷ്യൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു ഫീൽ കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അതായത് എൻ്റെ നെയിൽസ് എങ്ങനെയുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മൾട്ടി കളേഴ്സ് ട്രൈ ചെയ്യുന്നത്. യെല്ലോ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് യാ, അപ്പോൾ നമ്മൾ ഐബ്രോ ചെയ്തു, നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്നു, ഫേസ് വാക്സ് ആണ് ചെയ്തിരിക്കുന്നത്, നെയിൽസ് ചെയ്തു. അത്രയും പരിപാടികൾ നമ്മളുടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കൊരു ഇവൻ്റ് ഉണ്ട്. ഇവിടെ സമ്മർ സീസണാണ്, അതുകൊണ്ട് തന്നെ ഒരു ഐസ്ക്രീം ഇവൻറ്റ് നമ്മുടെ മുഷറബിൽ വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ദേർ.